ഈ ചെറിയൊരു വീഡിയോ നമ്മുടെ വാരിക്കാറ്റ് ഫാമിലി വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളതാണ്. എങ്ങനെ നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാം, അതിൻ്റെ അകത്ത് മിസ്റ്റേക്കുകളുണ്ട് കറക്റ്റ് ചെയ്യാം, പുതിയ പേജ് വല്ല ആഡ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരാവുന്നുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം, ജിമെയിൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ജിമെയിൽ അക്കൗണ്ട് മതി. അപ്പോൾ അതിലേക്ക് ഞാനൊരു ലിങ്ക് അയച്ചു തരും, ഷെയർ ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ നമ്മുടെ സൈറ്റിലേക്ക് എത്താം. അവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം ഇതുപോലെയാണ് അങ്ങനെ ലിങ്ക് വരിക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പേജ് വരും കേട്ടോ, വാരിക്കാറ്റ് ഫാമിലി ഷെയർഡ് സൈറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേജിലേക്ക് പോകും. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകണേ. അപ്പോൾ നമ്മുടെ പേജ് എത്തി. ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണോ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് സേവ് ആയിക്കോളും. ഇനി അബദ്ധവശാൽ നമ്മളെന്തെങ്കിലും ടൈപ്പ് ചെയ്തോ അത് നമുക്ക് അതെന്തായിരുന്നു ഓർമ്മയില്ല എങ്കിൽ ചിലപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സെലക്ട് ചെയ്ത് ഇത്രയും ഭാഗം അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതായി മുകളിൽ കണ്ട ഈ അൺഡു ബട്ടണെ ഞെക്കിയാൽ മതി. അപ്പോൾ പഴയത് തിരിച്ച് വന്നോളും കേട്ടോ. അപ്പം അതൊന്ന് ഓർക്കുക. എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുകയാണ്. അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് തിരിച്ചിടുക എന്നുള്ളത് അല്ലെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്ത് കയറ്റണം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടാം. വീണ്ടും ടൈപ്പ് ചെയ്ത് കയറ്റേണ്ടി വിടും. അതുകൊണ്ടാണ് പറഞ്ഞത്. പലരും ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആവശ്യമുള്ളിടത്ത് മാത്രം എഡിറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ അൺഡു ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ടൈപ്പ് ചെയ്തത് വീണ്ടും ഒന്നുകൂടെ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്ത് പൊക്കോളും കേട്ടോ. ഇപ്പം പഴയപടി എത്തി പേജ്. ഇത്രയും കാര്യം ഓർക്കുക. എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എല്ലാ പേജിലും എവിടെയും പോയി നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ എഡിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മലയാളം ടൈപ്പിങ് പോയിട്ട് മലയാളം ടൈപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്ത് എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അവിടെ വെക്കുക. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ബ്രാക്കറ്റിലിടാൻ വേണമെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളിലോ എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ മലയാളം ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഓരോ പേജിലേക്കും പോകണം. ഇത് ഹോം പേജാണ്. ഇനിയിപ്പോൾ ഓരോ പേജിലേക്കും പോകണമെങ്കിൽ ഇവിടെ പേജസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എബൌട്ട് അസ് പേജ് ഉണ്ട്. നമ്മുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ കൂടെ വിളിച്ചിരിക്കും. പിന്നെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ആയിട്ട് ഓരോ ഫാമിലിയിലെ ആൾക്കാരുടെ പേര് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ആവശ്യാനുസരണം ഇപ്പോൾ ഇതിന് സബ് പേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണും. ഇനി ഇല്ലാത്തതിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ 3 ഡോട്ട് ഞെക്കുക. എന്നിട്ട് ആഡ് സബ് പേജ് കേട്ടോ. അതിൻ്റെ അകത്ത് ഉദാഹരണത്തിന് പാച്ചി എന്നടിച്ചു കഴിഞ്ഞാൽ പാച്ചി എന്നടിച്ച് ഡണ്ണടി ചെയ്യുക. അന്നേരം ഓട്ടോമാറ്റിക്കലി വേറെ പേജ് ക്രിയേറ്റ് ആവും. മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ
മമ്മടത്തിൻ്റെ അകത്ത് കുര്യാക്കോ ചെറുപ്പാട്ട് മറ്റിനകത്ത് പാച്ചി ഉണ്ടോ, പാച്ചി ആടായി. ഇവിടെ നോക്കിയാൽ അറിയാം. ഇനി ഇതിൽ തെറ്റ് ഒരു നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് പേരിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് പാച്ചി ചെറുപ്പാട്ട് മറ്റം നാടിയാണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അന്നേരം വീണ്ടും ഇവിടെ പേര് മാറും, പക്ഷെ ഇവിടെ മാറത്തില്ല. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ. പിന്നെ ഇതിൻ്റെ ബോൾഡ് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, ബോൾഡ് ചെയ്യുക. പിന്നെ സൈസ് കുറയ്ക്കാം. നിലവിൽ ഓൾറെഡി കിടക്കുന്നത് 63, പക്ഷേ ബോൾഡാക്കാം. അപ്പോൾ അതാണ് ഇതുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാതെ ഞാൻ ചെറുപ്പാട്ട് മറ്റൊന്നാക്കിയതായിട്ടുണ്ടാവും. കണ്ടോ, പാച്ചി ചെറുപ്പാട്ട് മറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പേര് മാറ്റാം. സബ് പേജ് ആഡ് ചെയ്യാനും പുതിയൊരു പേജ് ആഡ് ചെയ്യാനും സബ് പേജ് പേര് അതിൻ്റെ എന്തെങ്കിലും പേരിൽ തെറ്റുണ്ടെങ്കിൽ മാറ്റാൻ ഈ പ്രോപ്പർട്ടീസ് വയ്ക്കാൻ മതി. നിലവിലുള്ള ഏതിൻ്റെയും പേര്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൻ്റെ പേര് മാറ്റണം. പ്രോപ്പർട്ടീസ് പോയാൽ ചെറുപ്പാട്ടം മറ്റെന്നാണ് കിടക്കുന്നത്. കേട്ടോ, ഇനി അതിനെ മാറ്റി ചെറുപ്പാട്ടം മറ്റത്തിൽ നിന്നാക്കണമെങ്കിൽ മറ്റത്തിൽ എന്നാക്കാം. അപ്പോൾ അത് ഡൺ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി മാറും. ഇനി അത് അതെ, അപ്പോൾ ആരുടെയും പേര് വീട്ടുപേരൊക്കെ തെറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ മാറ്റിട്ട് അങ്ങനെ ചെയ്യാം. തുടക്കകാലത്ത് നമ്മൾ സ്ഥലപ്പേര് ഉപയോഗിച്ചിട്ട് പിന്നീട് അത് മാറ്റി വീണ്ടും വാരികാട്ടിലേക്ക് വന്നെങ്കിൽ നമുക്ക് തിരിച്ച് മാറ്റാവുന്നുള്ളൂ. കേട്ടോ, അപ്പോൾ അത് ഇതിൽ ഓരോ സെക്ഷനിലും പോയിട്ട് അവനവൻ്റെ പേരിൻ്റെ അവിടെ വന്നിട്ട് മാറ്റണമെങ്കിൽ ഇങ്ങനെ ഈ 3 ഡോട്ട് ഞെക്കുക, പ്രോപ്പർട്ടീസ് ഞെക്കുക, എന്നിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വീട്ടുപേര് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. തൊമ്മി എന്നുള്ളത് മാറ്റി തോമസ് എന്നാണ്, തോമസ് ആക്കാം. കേട്ടോ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആവും. അപ്പോൾ ഇതാണ് പേരുകൾ. ഓരോരുത്തരുടെയും ഫാമിലി നെയിമും അതിൻ്റെ ഓരോ പേജിൻ്റെയും പേരും കറക്റ്റ് ചെയ്യാനുള്ള രീതി. കേട്ടോ, അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് തുമ്മി നാക്കിയേക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ വീണ്ടും ഈ പേജിൽ പോവുകയാണ്. ഈ പേജിൽ പോയിട്ട് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് മിഡിൽ വന്നിട്ട് 2 പ്രാവശ്യം ഞെക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തുറന്നു വരും. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ആഡ് ചെയ്യാനും, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാറ്റർ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി സേവ് ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. കേട്ടോ, ഞാനിപ്പോൾ ഒരു ഡമ്മി ഫോട്ടോ ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെ നമുക്ക് മാക്സിമം ഈ ഒരു മാർക്ക് കണ്ടോ, ആ മാർക്ക് ഇതുവരെ മാക്സിമം വലിപ്പം കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ ചൂടെ ഈ ഒരു ഫോട്ടോയ്ക്ക് തന്നെ സ്റ്റാൻഡേർഡ് ഫോട്ടോ വലിപ്പം ഫോട്ടോ വലിച്ച് ഈ കണ്ടന്റ് നമ്മൾ വെക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റർ ആഡ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഇതിൻ്റെ ഫോട്ടോ ചേർത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെലക്ഷൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം ടെക്സ്റ്റ് വരും. ഉണ്ടോ, ഫോട്ടോയോട് ചേർന്നായി. ഇനി അഥവാ അത് പുറത്ത് പോയെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ക്ലിക്ക് ചെയ്ത് പുറത്ത് ചെയ്താണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുമെങ്കിൽ ഇങ്ങനെ കിടക്കും, സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അങ്ങനെയാണ് ഫോട്ടോയിലേക്ക് ചേർക്കണമെങ്കിൽ ഇതിനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇപ്പം അതിൻ്റെ കൂടെ ആഡായി പോകും, ചേർന്നോളും. എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സൈറ്റിൽ പോകും. സാധാരണ നമ്മുടെ പബ്ലിഷ് ആയിട്ടുള്ള സൈറ്റിൽ പോയിട്ട് അതിൻ്റെ അകത്തുനിന്ന് കണ്ടൻറ്റ് എടുത്തിട്ട് കോപ്പി ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ കുര്യാക്കോ ചെറുപ്പാട്ട് മറ്റും ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഞാൻ കീബോർഡിലാണ് കോപ്പി ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ 2 പേജായപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിനെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അറിയാതെ ഡിലീറ്റ് ചെയ്തു. അത് ആ 2 ടെക്സ്റ്റ് ആഡ് ചെയ്ത് കളയാൻ നോക്കിയാണ്. അപ്പം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും അൺഡു ചെയ്യാൻ പോവാം. കണ്ടോ, അപ്പോൾ തിരിച്ച് വന്നു. കേട്ടോ, ഇത്
2 പ്രാവശ്യം വലിച്ച് വെച്ചതൊക്കെ അതിനെ പുറത്തേക്ക് വലിച്ചടിക്കുക. അപ്പോൾ ഇങ്ങനെയല്ല, ഈ ഒരു ഓക്കെ, പുറത്തേക്ക് ഞാൻ മാറ്റിയിട്ട് ഇനി ഡിലീറ്റ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ ഞാൻ എല്ലാത്തിനും ഇംഗ്ലീഷിലും ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യാം. അത് ഒരുപാട് വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് ടു മച്ച് ആയതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റഡ് വരാതെ. അപ്പോൾ ഞാൻ കുറച്ച്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 2 ആയിട്ട് ചെയ്യാം. ഈ ഭാഗം ഞാൻ എടുത്ത് മാറ്റുക, എന്നിട്ടും പോരാ, ആവുന്നില്ല. അപ്പം അടുത്തത് ഇത് മാറ്റാം, ഈ ഒരു സെൻറ്റൻസ് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. അപ്പം ഈ ഭാഗം എടുക്കുന്നു, ഇത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ മുകളിൽ പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അറിയാവുന്നവർക്ക് ചെയ്യാം, അത് എളുപ്പത്തിന് വേണമെങ്കിൽ ഈ വഴി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും തെറ്റുകൾ വരാം. ഈ ഗൂഗിൾ എക്സാക്ട്ലി കറക്റ്റായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യണം. സദേൺ ഉണ്ടോ, ഇവിടെ കണ്ടോ സദേൺ എന്ന്. ഇത് ഇംഗ്ലീഷ് നമ്മുടെ വീട്ടുപേരിനെ വേറെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതായത് അവിടെ എന്തായിരുന്നു, തെക്കനാട്ട് എന്നുള്ളതാണ് മാറ്റിയിട്ട് സദേണമാക്കിയത്. അതുകൊണ്ട് they married this daughter to പാച്ചി അല്ലേ. പാച്ചി ഇതെല്ലാം തെറ്റാണ്. പാച്ചി ഫ്രം തെക്കനാട്ട് ഫാമിലി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ചെയ്യാം. ഓരോ പേജിലും പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഫോട്ടോ, ഇപ്പം നമ്മൾ ഡമ്മി ഫോട്ടോ ഇട്ടു, ഇനി അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഡോട്ട് വരും. അപ്പം അതിനെ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ഇമേജ് എടുക്കുക. റീപ്ലേസ് ഇമേജ് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് കൊടുത്താൽ നമ്മുടെ കമ്പ്യൂട്ടർ സേവ് ആയിരിക്കുന്ന ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കമ്പ്യൂട്ടർ സേവ് ആയിരിക്കുന്ന ഫോട്ടോ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വേറെ ഫോട്ടോ എടുക്കാം. എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫോട്ടോ എടുക്കുന്നു, അങ്ങോട്ട് സേവ് ആവുന്നു കേട്ടോ. ഇനി നമുക്കതിന് ഇച്ചിരി സൈസൊക്കെ കൂട്ടണമെങ്കിൽ, ഈ സൈഡൊക്കെ കളയണമെങ്കിൽ ഇതെടുക്കുക, ഇച്ചിരി വലിപ്പം കൂട്ടുക. അതുകൊണ്ടാ ഇതിങ്ങനെ സൂം ചെയ്യാം. ഇങ്ങനെ സൂം ചെയ്ത് എന്നിട്ട് ഫോട്ടോ ഞാൻ കൂടി മാറ്റാം. മാറ്റി കറക്റ്റാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഒരു സിംഗിൾ ഫോട്ടോയാണ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോയിൽ പോവുക, ഈ ഒരു നോ ഫോട്ടോ അവൈലബിൾ എന്നുള്ളത് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു വീണ്ടും ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോകുന്നു, റീപ്ലേസ് ഇമേജ്, അപ്ലോഡ് എടുക്കണം. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തു. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ മാത്രം എടുക്കണമെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം വീണ്ടും എഡിറ്റ് ഇമേജ് എടുക്കുക, വലിപ്പം നല്ലപോലെ കൂട്ടുക. ഓക്കെ, എന്നിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ അകത്ത് മാറ്റർ ആഡ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ഈ സെലക്ഷൻ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, പേര്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുന്നു. നടുക്കാക്കാം എന്തുകൊണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അത് ബേസിക് സ്കിൽസ് വേണം, പക്ഷേ ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് വരും. അതിനെ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ
അടുത്തതായി എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ എളുപ്പം. പിന്നെ ആ ഫോട്ടോ മാറ്റിയാൽ മതി. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഈ അപ്ലോഡാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ളത് കേട്ടോ. അടുത്ത ആളുടെ ഫോട്ടോ ഇടുന്നു കണ്ടോ. എന്നിട്ട് ഞാൻ സൂം ചെയ്യാൻ വേണ്ടി നോക്കണം. ഈ ക്രോപ്പ് ഞെക്കുക, എന്നിട്ട് വീണ്ടും വലിപ്പം കൂട്ടുക. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ കോപ്പി ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് സിംഗിൾ ഫോട്ടോകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ മാറ്ററിനെ അതുപോലെ ഈ ഫോട്ടോ റിപ്പീറ്റ് ചെയ്താലും മതി. വലിയ ഫോട്ടോകളാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 വരും കണ്ടോ. താഴെ വീണ്ടും വന്നു. എന്നിട്ട് ഇതിനെ മാറ്റി കൊടുത്താൽ മതി. ഫോട്ടോയും മാറ്റി കണ്ടൻറ്റും മാറ്റിയാൽ മതി. അപ്പോൾ നമുക്കങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യിക്കാം. എന്നിട്ട് ഫോട്ടോയിൽ പോയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഫോട്ടോ റീപ്ലേസ് കൊടുത്താൽ ഓക്കെ ആയി. ഇത് ഇപ്പോൾ നിലവിലുള്ള ഫോട്ടോകൾ റീപ്ലേസ് ചെയ്യണമെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. ഇതായത് ഈ ഫോട്ടോ വരിക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അന്നേരം ഈ 3 ഡോട്ട് വരും. ഇതെടുത്തിട്ട് റീപ്ലേസ് ഇമേജ് അപ്ലോഡ് എന്നെടുക്കുക. നമ്മുടെ സേവ് ചെയ്യുന്ന ഫോട്ടോ എടുക്കുക. ഇനി നമ്മുടെ ഡ്രൈവിൽ, അതായത് നമ്മുടെ ഗൂഗിളിൽ സേവ് ആയിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ പോവുക. ഇതിപ്പോൾ എൻ്റെ ഗൂഗിളിൽ സേവ് ആയിരിക്കുന്ന ഫോട്ടോകളാണല്ല. അതിനകത്തൊരു ഫോട്ടോ എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി പബ്ലിഷ് എന്നുള്ള ഓപ്ഷനാണ്. ഞാനിപ്പം പബ്ലിഷ് ചെയ്യുന്നില്ല, എന്നോട് ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ നമ്മുടെ സൈറ്റിലേക്ക് ഇതെല്ലാം അപ്ഡേറ്റ് അപ്പം ചെയ്ത കറക്ഷൻസ് എല്ലാം അങ്ങ് അപ്ഡേറ്റ് അപ്പം ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല, ചെയ്തൊക്കെ തിരിച്ച് മാറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനിത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈറ്റിൽ സേവ് ആയിട്ട് കിടക്കും. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ചേഞ്ച് ചെയ്ത വേർഷൻ അങ്ങോട്ട് അപ്ഡേറ്റ് ആകത്തുള്ളൂ, നമ്മുടെ ആക്ച്വൽ സൈറ്റിലേക്ക് വരത്തുള്ളൂ. നമ്മുടെ പേജിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാം കേട്ടോ. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കേട്ടോ. ഇതിപ്പം മൊബൈലിൽ നോക്കിയാൽ, ഇതിപ്പം സാധാരണ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ടാബ്ലറ്റിലാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, മൊബൈലിലാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഓരോരുത്തരെയും നമ്മൾ ക്ലിക്ക് ചെയ്താലേ പോകേണ്ടത്. ഞാൻ ഓരോരുത്തരും ലിങ്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ ഫോട്ടോയ്ക്ക് ലിങ്ക് കൊടുക്കാം. ഞാൻ ഈ റൈറ്റിങ്ങിന് മാത്രമേ കൊടുത്തുള്ളൂ. ഈ റൈറ്റിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്കിലേക്ക് പോകാം കേട്ടോ, ആ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ലിങ്ക് ഇടുന്നത് ഒരു ഫോട്ടോ കൊടുക്കുന്നു, ഒരു ഫാമിലി എടുക്കുന്നു. അതിന് ശേഷം ഈ പേര് സെലക്ട് ചെയ്യണം. പേര് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഞെക്കുന്നു, ഇൻസേർട്ട് ലിങ്ക് കേട്ടോ. ഈ ഒരു ഇത് ഞെക്കുന്നു. ഇത് ഞെക്കിയിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അവരുടെ പേര്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പുതിയ ഓർമ്മ ചെയ്ത് കാണിച്ചു തരാം. ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇടയ്ക്കോട്ട് വന്നു അടിയിലേക്ക് വലിച്ചു കയറ്റി അടിയിലേക്ക് കേട്ടോ, പുതിയ ഓർമ്മ. എന്നിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് വേണം അല്ലേ. അവിടെ ടെക്സ്റ്റ് ഞാൻ പുറത്തായി പോയി. ടെക്സ്റ്റ് വലിച്ചു വിടാം. എന്നിട്ട് ഒരു പേര് കൊടുക്കുന്നു. തോമസ് മാമ്പഴം. എന്നിട്ട് ഏതാണോ തോമസ് നടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തോമസ് നടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതാണ് ലിങ്കിലോട്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഏതാണോ എടുക്കുന്നത് അതിലേക്ക് പോവുക. ഉദാഹരണം ഞാൻ തോമസ് അടിക്കുന്നു. തോമസ് അടിക്കുമ്പോൾ ഒരുപാട് തോമസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് തോമസ് എന്നറിയത്തില്ല, അതൊരു വിഷയമുണ്ട്. തക്കാളി ചെയ്യാൻ കൊടുക്കണം. അപ്ലൈ ഉണ്ടോ, ആ പേജ് ഇതുള്ള ലിങ്ക് കറക്റ്റായി.